വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ഭാരത് ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷാവതി സ്റ്റോറിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചതനുസരിച്ച് നാൻസിങ് അവൻ്റെ മുറിയിലെത്തിയപ്പോൾ അവൻ ലൈറ്റൊന്നും ഇടാതിരിക്കുന്ന കണ്ട് അവൾ മുറിയിലെ ലൈറ്റ് ഓണാക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ എഴുന്നേറ്റ് അതിൻ്റെ ആവശ്യമില്ല, ഏത് ലൈറ്റാണെങ്കിലും നിന്റെ പ്രകാശം ഉണ്ടാകില്ല എന്നൊക്കെ സാഹിത്യം തന്നെ വിട്ട് അവളോട് ഇരിക്കാൻ പറയുന്നു. നാൻസിങ്ങിന് അവൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ എന്തൊക്കെ പന്തികേട് തോന്നുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അവൻ ചെയ്ത ഓരോന്നും കണ്ട് അവൾ ആകെ അമ്പരക്കുന്നു. അമ്മ കൊടുത്തുവിട്ട ഫുഡ് അവൾ ടീപ്പോയ്ക്ക് മുകളിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ സമ്മതിക്കാതെ അവൻ കയ്യിൽ വാങ്ങുന്നു. ലാപ്ടോപ്പ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അതിന് നോവരുത്, ടീപ്പോയ്ക്ക് നോവരുത് എന്ന മട്ടിൽ ടീപ്പോയ്ക്ക് മുകളിലേക്ക് വയ്ക്കുന്നു. രാത്രി നല്ല തണുപ്പാണെന്ന് പറഞ്ഞ് അവൻ്റെ കോട്ടൂരി അവൾക്ക് ഇട്ട് കൊടുക്കുന്നു. മുറിയിലെ ഹീറ്റർ ഓൺ ചെയ്യുന്നു. അവൾക്ക് കഴിക്കാൻ സ്നാക്സ് എടുത്ത് കൊടുക്കുന്നു. കുടിക്കാൻ ചൂട് പാൽ നൽകുന്നു. എന്ന് വേണ്ട നാൻസിങ്ങിനെ ഒടുക്കത്തെ കെയറിങ്ങാണ്. അവന് പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് എന്താണ് കാരണമെന്നൊരു പിടിയും കിട്ടാതെ അന്തം വിട്ടിരിക്കുകയാണ് അവൾ. എന്തോ പണി തരാൻ വേണ്ടി ഇവൻ അഭിനയിക്കുകയാണോ എന്നും അവൾ ചിന്തിക്കുന്നുണ്ട്. ലാപ്ടോപ്പ് ഓണാക്കി കുറേ സമയം അവൻ്റെ മുന്നിലിരുന്നിട്ടും കയ്യിലിരുന്ന ബുക്ക് നോക്കിയിരുന്നല്ലാതെ അവൻ അവളോടൊന്നും സംസാരിക്കുന്നില്ല. സ്റ്റോറിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ലേ നീ എന്നെ വിളിപ്പിച്ചത് എന്നവൾ ചോദിച്ചപ്പോൾ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ നീ എഴുതുന്ന കഥ നിന്റെ സ്വാതന്ത്ര്യമാണ്, അതിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ. നിനക്ക് എന്നെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് അതല്ലേ എഴുതാൻ പറ്റുകയുള്ളൂ. അതിന് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നവൻ വലിയ തത്വം പറയുന്നു. അങ്ങനെ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്കിവിടെ ഇരുന്ന് എഴുതാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയിക്കോട്ടെ എന്നവൾ ചോദിക്കുന്നു. അതിന് നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ എന്ന് അവനൊരു പ്രശ്നവുമില്ലാത്തതുപോലെ പറയുന്നു. നാൻസിങ് വിശ്വാസം വരാതെ പിന്നെയും 3-4 തവണ കൂടി ചോദിക്കുന്നുണ്ട്. അവൻ്റെ പ്രശ്നവുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിനാൽ അവൾ ലാപ്ടോപ്പും എടുത്ത് മുറിയിലേക്ക് ഓടുന്നു. അവൾ മുറിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ കയ്യിൽ കിട്ടിയതെടുത്ത് വാതിൽക്കലേക്ക് എറിഞ്ഞ് അരിശത്തോടെ നിനക്ക് വീട്ടിൽ പോകാൻ ഇത്ര സന്തോഷമാണോ എന്ന് പെറുപെറുക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, ഞാനൊരു കെയറിംഗ് കൈയാണെന്ന് സ്വയം പറഞ്ഞ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുറിയിലെത്തിയ നാൻസിങ്ങിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. കഥ അങ്ങനെ നിർത്തണമെന്ന ഒരു ഐഡിയ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവൾ. അവളുടെ ദുഷ്ടനായ ആൾക്കാരൻ അവസാനം വളരെ നല്ലവനായി മാറിയിരിക്കുന്നു. അത് കഥയ്ക്ക് പറ്റിയ ഒരു എൻഡിങ് ആണല്ലോ, അതാണ് അവൾക്ക് ഇത്ര സന്തോഷം. പക്ഷെ എന്താണ് അവൻ ഇത്ര പെട്ടെന്ന് മാറിയെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് തലപുകയ്ക്കാതെ അവൾ ബാക്കി കഥ എഴുതാൻ തുടങ്ങുന്നു. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ അവൾക്ക് തന്നെ അത് ഭയങ്കര ബോറിംഗായി തോന്നുന്നു. കഥ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകണമെങ്കിൽ റൊമാൻസ് വേണമെന്ന് തോന്നിയാൽ നായികയ്ക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ നൽകാൻ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു ഹീറോയെ ബോയ് ഫ്രണ്ടായി എഴുതിയെങ്കിലും പിന്നീട് വായിച്ചു നോക്കിയപ്പോൾ അവൾക്ക് അവനെ ഇഷ്ടപ്പെടുന്നില്ല. സീഷന്റെ ടൈപ്പ് സ്വഭാവമുള്ള ഒരു ഹീറോയാണ് അവൾ എഴുതിയത്. ഇപ്പോൾ അവൻ്റെ സ്വഭാവമുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത് എന്നവൾ വിചാരിക്കുന്നുണ്ട്. ഹീറോയെ തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജോലിക്ഷീണം കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ട് തോന്നുന്നതായിരിക്കും. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നല്ലതായി തോന്നും എന്ന് കരുതി അവൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വീണ്ടും വായിച്ചു നോക്കിയപ്പോഴും അവൾക്ക് ഹീറോയെ തീരെ പിടിക്കുന്നില്ല. എഴുതാനുള്ള കഴിവൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് നിലവിളിക്കുമ്പോഴാണ് സിസിയുടെ കോൾ വന്നത്. അവൾ വളരെ വെപ്രാളത്തോടെയാണ് സംസാരിച്ചത്. അത്യാവശ്യമായി അങ്ങോട്ട് ചെല്ലാനും പറയുന്നുണ്ട്. വിവരം പറഞ്ഞപ്പോൾ ഷാവതിയെയും കൂട്ടിയാണ് നാൻസിങ് പോയത്. സിസിയെ പറ്റി ചെയ്തോ ഫിറ്റ്നസ് സെന്റർ കുറെ ക്യാഷ് തട്ടിയെടുത്തു. അത് തിരികെ ചോദിക്കാൻ ചെന്ന അവളെ അവർ ഭീഷണിപ്പെടുത്തി വിട്ടു. ക്യാഷ് തിരികെ ചോദിക്കാനാണ് സിസി നാൻസിങ്ങിൻ്റെയും ഷാവതിയുടെയും സഹായം ചോദിച്ചത്. വലിയ ഹീറോയിക് സ്റ്റൈലിലാണ് 4 പേരും കൂടി ഫിറ്റ്നസ് സെന്ററിലേക്ക് കയറി ചെന്നത്. ഷാവതി അവന്മാരെല്ലാം ഇടിച്ച് ശരിയാക്കുമെന്നാണ് നാൻസിങ് പ്രതീക്ഷിച്ചതെങ്കിലും അവൻ ആദ്യമായി അവരുമായി സമാധാനപരമായ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. കാര്യങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞ് അവസാനിപ്പിച്ച് പണം തിരികെ വാങ്ങാൻ അവൻ കുറെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മാനേജറും അയാളുടെ ഗുണ്ടകളും കൂടി പണം തിരികെ നൽകാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് അവനെ തിരിച്ചയക്കാൻ നോക്കുന്നു. അവൻ്റെ സന്ധി സംഭാഷണം കണ്ട് ഇനി അവിടെ നിന്നാൽ അവൻ അടി കിട്ടുമെന്ന് തോന്നിയതിനാൽ തിരികെ പോകാമെന്ന് പറഞ്ഞ് നാൻസിങ് അവനെ ചെന്ന് പിടിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവളുടെ പിടിപിടി വെച്ചും അവളെ മാറ്റി നിർത്തിയിട്ട് അവന്മാരെ ശരിയാക്കുന്നു. മാത്രമല്ല അവസാനം മാനേജറെ കൊണ്ട് സിസിയുടെ പണം അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. നാൻസിങ്ങിന് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. അവർ അവളുടെ കോച്ചിങ് സെന്ററിലെ ബാക്കിയുള്ള അംഗങ്ങളോട് അന്നടന്ന സംഭവങ്ങൾ വിവരിച്ചിട്ട് ഇന്നത്തെ ഹീറോ ഷാവതിയാണ് എന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു. എല്ലാവരും കൂടി അവനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ പോരുമ്പോൾ നാൻസിങ്ങിന് അവനെ പുകഴ്ത്തി പറയാനേ സമയമുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് 2 ദിവസമായി അവൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അവൾ സൂചിപ്പിച്ചത്. ഇന്ന് അവരെ അടിക്കുന്നതിന് പകരം നീ അവരുടെ ആദ്യ സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചതും നിന്റെ രീതിയല്ലല്ലോ. നീ എന്താണ് 2-3 ദിവസമായി ഇങ്ങനെ പെരുമാറുന്നത്, നിനക്കിത് എന്ത് പറ്റിയെന്നൊക്കെ അവൾ ചോദിക്കുന്നു. അങ്ങനെയൊന്നും അഭിനയിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തായാലും നിനക്ക് അതുപോലെ ആവാൻ കഴിയില്ല എന്നെനിക്കറിയാം എന്നും അവൾ പറയുന്നു. ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടും നിനക്ക് ഇത് തന്നെ പറയാനുള്ളൂ. നീ എന്നെ ഇഷ്ടപ്പെടണമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്നവൻ സഹികെട്ട് വിളിച്ചു പറയുന്നു. നാൻസിങ് അത് കേട്ട് ശരിക്കും ഷോക്കാകുന്നുണ്ട്. അവൾ എന്ത് പറയണമെന്ന് പോലും അറിയാതെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ നിനക്കെന്നെ പേടിയായിരുന്നു എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ നിന്റെ കഥയിലെ എൻ്റെ ഇമേജ് നീ മോശമായി എഴുതിയിരിക്കുന്നത്. അതുമാറ്റി നിനക്ക് എന്നെക്കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിവപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചത്. നിനക്ക് എന്നോടുള്ള വെറുപ്പ് മാറട്ടെ എന്ന് കരുതി എന്നൊക്കെ അവൻ പറഞ്ഞു ഒപ്പിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ഞാൻ നിന്നെ ഒരിക്കലും വെറുത്തിട്ടില്ല. കഥയിലെ ക്യാരക്ടർ ഞാൻ കുറച്ച് പെരുപ്പിച്ച് കാണിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കഥ മാറ്റി എഴുതാം. നിന്നെക്കുറിച്ച് നല്ല രീതിയിൽ എഴുതിയാൽ എന്നോട് പിണക്കം അവസാനിപ്പിക്കുമെന്നൊക്കെ അവൾ ചോദിക്കുന്നു. അതൊക്കെ നീ എഴുതിയത് വായിച്ചിട്ട് പറയാം എന്നവൻ ഗമയിൽ പറയുന്നുണ്ട്. അന്ന് വീട്ടിൽ ചെന്ന് എഴുതി വെച്ചിരുന്ന് വായിച്ചു നോക്കിയപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് അധികമായി പോയി എന്ന് അവൾക്ക് തന്നെ തോന്നുന്നു.
ഒറിജിനൽ കഥയിലെ വില്ലനായിട്ട് തന്നെ കണ്ടതായിരിക്കും എനിക്ക് അവനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇമേജ് തോന്നിയത്. എന്തായാലും ഒരിക്കൽ കൂടി എഴുതി നോക്കാമെന്ന് പറഞ്ഞ് അവൾ ആദ്യം മുതൽ വീണ്ടും എഴുതാൻ തുടങ്ങുന്നു. ഇത്തവണ അവൾ മറ്റൊരു രീതിയിലൂടെ കണ്ടാണ് എഴുതിയത്. എഴുതി കഴിയുമ്പോൾ അവൻ ശരിക്കും കൂളാണെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ഒറിജിനൽ കഥയിലെ വില്ലനായിട്ട് തന്നെ അവനെ കണ്ടതുകൊണ്ടാണ് ഇത്ര നാളും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. സത്യത്തിൽ അവനത്ര മോശക്കാരനല്ല എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അപ്പോഴാണ് ഫാൻ ഗേളിനെ കാണണോ എന്ന് ചോദിച്ച് സിസി അന്നെടുത്ത് അവളുടെ കുറേ ഫോട്ടോസ് അവൾക്ക് അയച്ചു കൊടുത്തത്. അവൾ ഷാവോദിയെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു അത്. അവൻ ശരിക്കും ഇന്ന് കൂളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയതെന്ന് നാൻസി ഒരു ചിരിയോടെ സ്വയം പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് ഒരു ബിസിനസ് ട്രിപ്പിനായി പോവുകയാണ്. അതിനു മുമ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ് അവൾ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നാൻസിങ്ങിനെ അവിടെ വിളിച്ചു നിർത്തി പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. പുതുതായി ഒരു ഉത്തരവാദിത്തം അവളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ 2 ദിവസം കൊണ്ട് നടത്തണം. ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൾ എത്രത്തോളം പഠിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ടെസ്റ്റ് നടത്തും എന്ന് അവളോട് പറയുന്നു. മത്സരത്തിന് വേണ്ടി അവൾ എഴുതുന്ന കഥ എത്രത്തോളമായി എന്നതിനെക്കുറിച്ചും അവർ ചോദിക്കുന്നുണ്ട്. എഴുതി കഴിഞ്ഞിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഡെഡ് ലൈൻ എടുക്കാറായി, അതിനു മുമ്പ് സബ്മിറ്റ് ചെയ്യണം, ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ബോസിനെ അദ്ദേഹത്തിൻ്റെ ഡെയിലി ഷെഡ്യൂൾ ഓർമ്മിപ്പിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസത്തേക്ക് അദ്ദേഹം ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മൂഡ് ഓഫ് ആണെന്നാണ് തോന്നുന്നത് എന്ന് നാൻസി അവളോട് പറയുന്നു. തിരിച്ച് ഓഫീസ് റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ സീഷനെ ഫോൺ ചെയ്ത് എവിടെയാണെന്ന് തിരക്കുന്നു. മുമ്പ് ഷാവോദിയും അവനും മീറ്റ് ചെയ്ത ധ്യാന കേന്ദ്രത്തിലായിരുന്നു സീഷൻ. അപ്പോൾ കുറച്ച് നീങ്ങിയിരുന്ന് അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണെന്ന് പക്ഷേ അവൻ അവളോട് പറയുന്നില്ല. തലേ ദിവസത്തെ റോക്ക് ക്ലൈമ്പിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്നു അവൻ അറിയേണ്ടിയിരുന്നത്. കൂട്ടത്തിൽ ഡോക്ടർക്ക് നിന്നോട് താല്പര്യമുണ്ടെന്നാണ് തോന്നുന്നത്, ആളെ കണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ നല്ലൊരു ഫ്രണ്ടിനെ പോലെ അവൻ പറയുന്നുണ്ട്. അവന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് അവനോട് പറയുന്നു. സീഷന്റെ സന്തോഷം എത്രയാണെന്ന് പറയണ്ടല്ലോ. അവൻ അവളോട് ഇഷ്ടമുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞതിനെക്കുറിച്ച് അവനോട് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നെങ്കിലും എനിക്കൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ എന്താണ് കാര്യമെന്ന് അവൾ പറയുന്നില്ല. ഫോണിലൂടെ ഇക്കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കുന്നു. ഡോക്ടർക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നറിഞ്ഞതോടെ സീഷൻ ധ്യാനമൊക്കെ നിർത്തി സന്തോഷത്തോടെ തുള്ളിച്ചാടി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അവൾ ചോദിക്കാൻ വന്നിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയത് എന്താണെന്ന് ആലോചിച്ചിട്ട് അവനൊരു സമാധാനവും കിട്ടുന്നില്ല. അന്ന് രാത്രി തന്നെ അവൻ അവൾക്ക് മെസ്സേജ് അയച്ച് എന്തായിരുന്നു പറയാൻ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മറുപടി അയക്കാൻ ഒരുങ്ങിയെങ്കിലും ആ സമയത്തൊരു പഴയ സംഭവം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. സീഷന്റെ ആദ്യ നോവൽ ഹിറ്റായ സമയത്ത് ഒരു കമ്പനി തുടങ്ങാൻ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞ് അവനും കൂടി അവൻ്റെ അച്ഛനെ സമീപിച്ചിരുന്നു. ഒരു നോവൽ ഹിറ്റായി എന്ന് കരുതി ഇനി അങ്ങോട്ട് എല്ലാം അങ്ങനെ ആകണമെന്നില്ല. ബിസിനസ്സിൽ പണം മുടക്കുന്നത് ലാഭമുണ്ടാക്കാൻ വേണം. പക്ഷെ നിനക്ക് പണം തന്നാൽ നിന്റെ കമ്പനി വിജയിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ആര് കമ്പനി നോക്കി നടത്തുമെന്നൊക്കെ ചോദിച്ച് അച്ഛൻ ഒരുപാട് നെഗറ്റീവായി സംസാരിക്കുന്നു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ആ സമയത്ത് സംസാരിക്കുന്നു. സീഷന്റെ നോവൽ ഹിറ്റായത് ഭാഗ്യം കൊണ്ടല്ല, അവൻ ശരിക്കും കഴിവുള്ള ഒരു എഴുത്തുകാരനാണ്, തീർച്ചയായും വിജയം കൈവരിക്കാൻ കഴിയും, കമ്പനി നോക്കി നടത്താൻ ഞാൻ തയ്യാറാണെന്നൊക്കെ അവൾ അദ്ദേഹത്തോട് പറയുന്നു. പക്ഷെ അദ്ദേഹം അവളെ പുച്ഛിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചാണോ ഇവൾ നിന്നെയും കറക്കിയെടുത്തതെന്നൊക്കെ ചോദിച്ച് അദ്ദേഹം അവളെ ആക്ഷേപിക്കുന്നു. ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് സീഷൻ പറഞ്ഞപ്പോൾ അപ്പോൾ നിനക്ക് അവളോട് ഇഷ്ടമൊന്നുമില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവനതിന് മറുപടി പറയാതെ നിന്നപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ച് അവനെ നിർബന്ധിക്കുന്നുണ്ട്. ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണ്, ഞാൻ ഒരിക്കലും അവളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് അവന് അപ്പോൾ പറയേണ്ടി വരുന്നു. അവൻ അന്ന് പറഞ്ഞത് യുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് അവൻ ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് അവൾ കരുതുന്നത്. അവന് റിപ്ലൈ കൊടുക്കാതെ അവൾ ഫോൺ താഴെ വയ്ക്കുന്നു. ഷാവോദി സിസിയെ സഹായിച്ചതിന് പ്രതിഫലമായി അവരെല്ലാവരും കൂടി അവനൊരു പാർട്ടി കൊടുക്കുന്നുണ്ട്. അവൻ അറിയാവുന്ന കുറച്ച് ട്രിക്കൊക്കെ തന്നെ കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ സിസിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ സഹായിക്കാൻ മറ്റാരുടെയും ആവശ്യം വരില്ലായിരുന്നു എന്ന് ഹാവ അവനോട് പറയുന്നു. സമയം കിട്ടുമ്പോൾ കുറച്ച് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്ന് ഷാവോദി പറഞ്ഞപ്പോൾ അവൻ ശരിക്കും ഹാപ്പിയായി ചാടി എഴുന്നേറ്റ് എന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. ഷാവോദി അവനെ പിടിച്ചു നിൽപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ ആരെയും ശിഷ്യന്മാരെ സ്വീകരിക്കുകയല്ല, പിന്നെ നിനക്ക് കെയർ ചെയ്യാൻ ഒരാളുള്ളത് കൊണ്ട് ഞാൻ നിനക്ക് കുറച്ചൊക്കെ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാം ഷാവോദിക്ക് ചേഴ്സ് പറഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കുന്നു. അവരുടെ അടുത്ത് തന്നെ ഒരു ടേബിളിൽ നാൻസിങ്ങും സിസിയും ഇരിപ്പുണ്ടായിരുന്നു. ഹാവോയ്ക്ക് സിസിയോടുള്ള താല്പര്യം നാൻസിങ്ങിന് പോലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അവൾ അതിനെക്കുറിച്ച് സിസിയോട് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ കാര്യത്തിൽ നീ കുറച്ച് സീരിയസ് ആയി ചിന്തിക്കണമെന്നും അവൾ ഉദ്ദേശിക്കുന്നു. ഈ സമയം എല്ലാവരും കൂടി ഷാവോദിയെ ആം റെസ്ലിംഗ് കളിക്കാൻ വിളിച്ചിരുന്നു. മത്സരിച്ച എല്ലാവരെയും അവൻ തോൽപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നാൻസിങ്ങിനെ അവനെതിരായി മത്സരിക്കാൻ എല്ലാവരും കൂടി വിളിച്ചത്. അവൾ എപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിക്കാറുള്ളത് കൊണ്ട് ധൈര്യമായി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. പക്ഷെ അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾ പാടുപെടുന്നു. നീ ഒരുപാട് ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ കൈ ചെറുതായി ഒന്ന് അയക്കുന്നുണ്ട്. മാത്രമല്ല അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നപ്പോൾ അവൻ എന്തൊക്കെയോ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. നാൻസിങ്ങിനും അവനെ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ എന്തോ തോന്നുന്നുണ്ട്. കളിയിൽ അവൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നു. തോറ്റവർ ബിയർ കഴിക്കണമെന്ന നിയമമുള്ളത് കൊണ്ട് അവൻ ഗ്ലാസ്സിലിരുന്നത് എടുത്ത് കുടിക്കുന്നു. അവളും അവൻ്റെ ഒപ്പം കുടിക്കുന്നുണ്ട്. സിസിയും ഹാവോയും കൂടി താഴെ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നാൻസിങ് മുകളിൽ നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ അപ്പോഴും വൈൻ ഗ്ലാസ് ഉണ്ട്. അത് താഴെ വീഴാൻ പോകുന്നത് കണ്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന ഷാവോദി അവളോട് മതിയാക്കാൻ പറയുന്നു. ഇതുകൂടി ഫിനിഷ് ചെയ്തിട്ട് നിർത്തിയേക്കാമെന്ന് പറഞ്ഞ് അവൾ ഗ്ലാസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുടിച്ചു തീർക്കുന്നു. അപ്പോഴേക്കും അവൾ അത്യാവശ്യം നല്ല ഫോമിലായിരുന്നു. ഗ്ലാസ് മുന്നിലേക്ക് പിടിച്ച് ഇതിലൂടെ കാണുമ്പോൾ നിന്റെ മുഖം
തീരെ ചെറുതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ചിരിക്കുന്നു. അവൻ ഗ്ലാസ്സിൽ പിടിച്ച് മുഖം അടുപ്പിച്ച് അതിനുള്ളിലൂടെ അവളെ നോക്കിയിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലി ബർത്ത്ഡേ ആഘോഷിക്കുന്ന അല്യയ്ക്ക് കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.